വചനദീപം. ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 45 മുതൽ 20 അധ്യായം 18 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 19:45 മുതൽ 20:18 വരെ. പിന്നെ അവൻ ദേവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെ പുറത്താക്കി തുടങ്ങി. എൻ്റെ ആലയം പ്രാർത്ഥനാലയമാകും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് അവരോട് പറഞ്ഞു. അവൻ ദിവസേന ദേവാലയത്തിൽ ഉപദേശിച്ചു പോന്നു. എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തിൽ പ്രധാനികളായവരും അവനെ നശിപ്പിപ്പാൻ തക്കം നോക്കി. എങ്കിലും ജനമെല്ലാം അവൻ്റെ വചനം കേട്ട് രഞ്ജിച്ചിരിക്കയാൽ എന്ത് ചെയ്യേണ്ടു എന്ന് അവർ അറിഞ്ഞില്ല. 20-1 വാക്യം. ആ ദിവസങ്ങളിൽ ഒന്നിൽ അവൻ ദേവാലയത്തിൽ ജനത്തോട് ഉപദേശിച്ച് സുവിശേഷം അറിയിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരുമായി അടുത്തു വന്ന് അവനോട്, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആർ? ഞങ്ങളോട് പറക എന്ന് പറഞ്ഞു. അതിനുത്തരമായി അവൻ, ഞാനും നിങ്ങളോടൊരു വാക്ക് ചോദിക്കും, അതെന്നോട് പറവിൻ. യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത് എന്ന് ചോദിച്ചു. അവർ തമ്മിൽ നിരൂപിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്ന് അവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ, ജനമൊക്കെയും യോഹന്നാൻ ഒരു പ്രവാചകൻ എന്ന് ഉറച്ചിരിക്കൊണ്ട് നമ്മെ കല്ലെറിയും എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നോ ഞങ്ങൾ അറിയുന്നില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവരോട്, എന്നാൽ ഞാൻ ഇത് ചെയ്യുന്നത് ഇന്ന അധികാരം കൊണ്ടാകുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞു. അനന്തരം അവൻ ജനത്തോട് ഉപമ പറഞ്ഞതെന്തെന്നാൽ, ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് ഏറിയ കാലം പരദേശത്ത് പോയി പാർത്തു. സമയമായപ്പോൾ കുടിയാന്മാരോട് തോട്ടത്തിൻ്റെ അനുഭവം വാങ്ങേണ്ടതിന് അവരുടെ അടുക്കൽ ഒരു ദാസനെ അയച്ചു. അവനെ കുടിയാന്മാർ തല്ലി വെറുതെ അയച്ചു കളഞ്ഞു. അവൻ മറ്റൊരു ദാസനെ പറഞ്ഞയച്ചു. അവനെയും അവർ തല്ലി അപമാനിച്ച് വെറുതെ അയച്ചു കളഞ്ഞു. അവൻ മൂന്നാമതൊരുത്തനെ പറഞ്ഞയച്ചു. അവർ അവനെയും മുറിവേൽപ്പിച്ച് പുറത്താക്കി കളഞ്ഞു. അപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എൻ്റെ പ്രിയപുത്രനെ അയക്കും, പക്ഷേ അവർ അവനെ ശങ്കിക്കും എന്ന് പറഞ്ഞു. കുടിയാന്മാർ അവനെ കണ്ടിട്ട്, ഇവൻ അവകാശി, അവകാശം നമുക്ക് ആകേണ്ടതിന് നാം അവനെ കൊന്നുകളക എന്ന് തമ്മിൽ ആലോചിച്ചു പറഞ്ഞു. അവർ അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. എന്നാൽ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും? അവൻ വന്ന് ആ കുടിയാന്മാരെ നിഗ്രഹിച്ച് തോട്ടം അന്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അത് കേട്ടിട്ട് അവർ, അങ്ങനെ ഒരു നാളും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു. അവനോ അവരെ നോക്കി, എന്നാൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നത് എന്ത്? ആ കല്ലിന്മേൽ വീഴുന്ന ഏവനും തകർന്നു പോകും. അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു. യേശുവിൻ്റെ ശുശ്രൂഷാകാലത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം വന്നിരിക്കുകയാണ്. 19 അധ്യായത്തിൻ്റെ അവസാനത്തിൽ യേശു ദേവാലയത്തിൽ വന്ന് ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നു. ഇതുവരെ യേശുവിന് എതിരായി നിന്നത് പരീശന്മാരായിരുന്നു. എന്നാൽ ഇപ്പോൾ യേശുവിൻ്റെ ശത്രുക്കൾ, എതിരാളികൾ മത രാഷ്ട്രീയ നേതാക്കളാണ്. അതിൻ്റെ കാരണം യഹൂദ മത നേതാക്കൾക്കാണ് ദേവാലയത്തിൻ്റെയും ഭരണത്തിൻ്റെയും ചുമതല അന്നത്തെ റോമൻ ഗവൺമെൻറ് നൽകിയിരുന്നത്. എന്നാൽ യേശു ഇപ്പോൾ ദേവാലയത്തിൽ പ്രവേശിച്ച് ദേവാലയത്തിൽ വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും പുറത്താക്കി കളഞ്ഞിരിക്കുന്നു. കച്ചവടക്കാർ ദേവാലയത്തിൽ പ്രവേശിച്ചത് അന്നത്തെ പുരോഹിതന്മാരുടെ മതനേതാക്കളുടെ അനുവാദത്തോടു കൂടിയായിരുന്നു. ലാഭത്തിൻ്റെ ഒരു വിഹിതം അവർക്കും കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ അത് അനുവദിച്ചത്. എന്നാൽ
യേശു ദേവാലയത്തിൽ വന്ന് വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും പുറത്താക്കി കളഞ്ഞപ്പോൾ വാസ്തവത്തിൽ യേശു ആ മതനേതാക്കന്മാരുടെ അധികാരത്തെ ചോദ്യം ചെയ്യുകയായിരുന്നു. തീർച്ചയായും അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ദേവാലയത്തിൽ യേശു വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും പുറത്താക്കുക മാത്രമല്ല ചെയ്തത്, എല്ലാ ദിവസവും പകൽ താൻ അവിടെ വന്നിരുന്ന് ആളുകളെ പഠിപ്പിച്ചു. തൻ്റെ പഠിപ്പിക്കലുകൾ കേൾക്കുവാൻ വലിയൊരു ജനക്കൂട്ടം അവിടെ കൂടി. അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് എല്ലാവർക്കും യേശുവിൻ്റെ പ്രസംഗം ഇഷ്ടപ്പെട്ടു. മാത്രമല്ല, പലരുടെയും ഉള്ളിൽ ഇവൻ മശിഹയായിരിക്കും എന്ന ചിന്തയും ഉണ്ടായിരുന്നു. ജനപ്രീതി യേശുവിന് അനുകൂലമായിരുന്നതുകൊണ്ട് മതനേതാക്കൾക്ക് അവനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ചുരുങ്ങിയ പക്ഷം മറ്റുള്ളവരുടെ കാണുക അവനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവർ അവനെ കൊല്ലാൻ ആഗ്രഹിച്ചു. കാരണം യേശു അവരെ വെല്ലുവിളിച്ചു, അവരുടെ അധികാരത്തെ വെല്ലുവിളിച്ചു. എൻ്റെ ആലയം പ്രാർത്ഥനാലയം ആകും എന്ന് പ്രവചന പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 56 അധ്യായത്തിലും യെരമ്യാ പ്രവചനം 7 അധ്യായത്തിലുമൊക്കെ യഹൂദന്മാർ ദേവാലയത്തെ ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് നാം വായിക്കുന്നു. അവർ ദേവാലയം അവരുടെ മധ്യേ ഉള്ളതുകൊണ്ട് ദൈവം അവരെ സംരക്ഷിക്കുമെന്ന് അവർ കരുതി. മാത്രമല്ല, സകലവിധ അനീതിയും ചെയ്തതിന് ശേഷം ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുക, ആരാധിക്കുക, ഇതൊക്കെ ചെയ്താൽ ദൈവം ക്ഷമിക്കും, ദൈവം അവരോട് കൂടി ആയിരിക്കും, ദൈവം അവരെ അനുഗ്രഹിക്കും എന്നുള്ള മിഥ്യാധാരണയും അവർക്കുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ആലയം സകല ജാതികളുടെയും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നാണ് പ്രവചന പുസ്തകത്തിൽ നാം വായിക്കുന്നത്. ഇവിടെ സകല ജാതികളുടെയും പ്രാർത്ഥനാലയമാകേണ്ട ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കി അവർ മാറ്റി. ഇത് ആണ് യേശു തടഞ്ഞത്. ഇതിനെതിരെയാണ് യേശു പ്രവർത്തിച്ചത്. താൻ കച്ചവടക്കാരെ പുറത്താക്കി. അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവർ യേശുവിൻ്റെ അധികാരത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. അവർ വന്ന് 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. വാസ്തവത്തിൽ ഒന്നേ ചോദിച്ചുള്ളൂ, പക്ഷേ അതിൽ 2 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. യേശുവിനോട് അവർ ചോദിക്കുന്നു, നീ ആരാണ്? നീ ആരാണെന്നാണ് നിൻ്റെ വിചാരം? രണ്ടാമത്, എന്തധികാരം ആണ് നിനക്കുള്ളത്? അല്ലെങ്കിൽ ആരാണ് നിനക്ക് ഈ അധികാരം തന്നത്? ഈ മതനേതാക്കൾ, പുരോഹിതന്മാരും മറ്റുള്ള നേതൃത്വത്തിലുള്ള ആളുകൾക്കും അവർക്ക് അന്നുണ്ടായിരുന്ന അധികാരം മനുഷ്യർ അവർക്ക് നൽകിയതാണ്. എന്നാൽ യേശുവിനോട് അവർ ചോദിക്കുന്നത്, നിനക്കെവിടുന്നാണ് ഈ അധികാരം? ഇതൊക്കെ ചെയ്യാൻ ആരാണ് നിനക്ക് അധികാരം നൽകിയത്? ഈ ചോദ്യം വാസ്തവത്തിൽ തെറ്റല്ല. യേശു ആരാണ് എന്ന ചോദ്യം നല്ല ഒരു ചോദ്യമാണ്. യേശു ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവനുള്ള അധികാരം അതെവിടെ നിന്നാണ്? അതും ഒരു നല്ല ചോദ്യമാണ്. പക്ഷേ ഈ ആളുകൾ ആ ചോദ്യം ചോദിച്ചത് തെറ്റായ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അവർക്ക് ഇവനെ ഒഴിവാക്കണം, അതിനുവേണ്ടിയായിരുന്നു ആ ചോദ്യം. ഇതിനോടകം പല ആളുകളും യേശു മിശിഹയാണ് എന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ യഹൂദ മത നേതാക്കൾക്ക് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. കാരണം ഞങ്ങളോട് കൂടെ നിൽക്കാത്ത ഒരുവൻ ഒരിക്കലും മിശിഹ ആയിരിക്കില്ല എന്നവർ ഉറച്ചിരുന്നു. അതുകൊണ്ട് ആ കാര്യം അവരുടെ മനസ്സിൽ നിന്നും അവർ മാറ്റി. എന്നാൽ മറ്റ് പല ആളുകളും യേശു മിശിഹ ആയിരിക്കും എന്ന് വിശ്വസിച്ചിരുന്നു. യേശു യെരുശലേമിലേക്ക് വന്നത്, കഴുതപ്പുറത്ത് കയറി യെരുശലേമിലേക്ക് വന്നപ്പോൾ ആളുകൾ ആർത്തു വിളിച്ചു, ദാവീദ് പുത്രന് ഹോശന എന്ന് പറഞ്ഞു. ആ സമയത്ത് യേശു അവരെ തടഞ്ഞില്ല. അവർ യേശുവിനെ ആരാധിക്കുകയും ചെയ്തു. യേശു അതും തടഞ്ഞില്ല. അത് ചെയ്യുക വഴി യേശു താൻ തന്നെ മിശിഹയാണെന്നും താൻ ദൈവമാണെന്നും യെരുശലേമിലുള്ളവർക്കും യഹൂദ മത നേതാക്കൾക്കും ഇസ്രായേൽ രാജ്യത്തിനും വെളിപ്പെടുത്തി. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ ഇവർ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. യേശു ദൈവമാണെന്നോ മിശിഹയാണെന്നോ അംഗീകരിക്കാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ പഠിപ്പിക്കലുകളും ഉപദേശങ്ങളും അവർ തിരസ്കരിച്ചു. എന്നാൽ ഇന്ന് 2000 വർഷങ്ങൾക്ക് ശേഷം ജീവിക്കുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർ എന്ന് പറയുന്ന ആളുകൾ, അവർ യേശു മിശിഹയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും അനുസരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. യഹൂദ മത നേതാക്കന്മാർ അവൻ മിശിഹയല്ല, അതുകൊണ്ട് അവർ അനുസരിച്ചില്ല. എന്നാൽ മിശിഹയാണെന്ന് പറയുന്നവർ അനുസരിക്കാതിരിക്കുന്നത് തികച്ചും കഷ്ടമാണ്. അധികാരം എവിടെ നിന്നാണ്? ഇതാണ് ഇവിടുത്തെ ചോദ്യം. നിനക്കെവിടുന്ന് കിട്ടിയ ഈ അധികാരം? ഈ ചോദ്യത്തിന് യേശു പറഞ്ഞ ഉത്തരം
വാസ്തവത്തിൽ ഒരു ചോദ്യമായിരുന്നു. യേശു അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. യോഹന്നാൻ സ്നാപകൻ്റെ സ്നാനം അത് സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ആ ചോദ്യത്തിൽ നിന്നും യേശു ഈ അധികാരത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് 2 ഉത്തരമേ ഉള്ളൂ എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അത് നമുക്കും മനസ്സിലായി. എന്താണ്? ഒന്നുകിൽ അധികാരം ദൈവത്തിൽ നിന്ന്, അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്ന്. ഈ പുരോഹിതന്മാർ അവർക്ക് വാസ്തവത്തിൽ അധികാരം കിട്ടിയത് മനുഷ്യരിൽ നിന്നാണ്. അവർ പറയുന്നത് അവർക്ക് മനുഷ്യരിൽ നിന്ന് കിട്ടിയ ഈ അധികാരം വാസ്തവത്തിൽ ദൈവത്തിൽ നിന്നാണ് എന്നൊക്കെയാണ്. പക്ഷേ യേശു ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: യോഹന്നാൻ സ്നാപകനെ നിങ്ങൾക്കറിയാമല്ലോ, തൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ഇതിൻ്റെ ഉത്തരം അവർക്കറിയാമായിരുന്നു. പക്ഷേ അവർ പറഞ്ഞില്ല, അല്ലെങ്കിൽ അവർക്കത് പറയാൻ കഴിഞ്ഞില്ല. കാരണം വ്യക്തം. ഈ യോഹന്നാൻ്റെ സ്നാനം മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകൾ ഇവരെ കല്ലെറിയും. ദൈവത്തിൽ നിന്നാണെന്ന് എന്ന് പറഞ്ഞാൽ യേശു തീർച്ചയായും അവരോട് ചോദിക്കും, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ യോഹന്നാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല? യോഹന്നാൻ എന്താണ് പറഞ്ഞത്? യേശുവിനെ നോക്കി യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, യേശു മിശിഹയാണെന്ന് യോഹന്നാൻ പറഞ്ഞു. എന്തുകൊണ്ട് നിങ്ങളത് വിശ്വസിക്കുന്നില്ല? അവർ ഈ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറിയത് അവർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, മറിച്ച് ആ ഉത്തരം പറഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. അവർക്ക് ദൈവത്തെ അനുസരിക്കണമെന്നോ ദൈവരാജ്യം വരണമെന്നോ എന്നൊന്നും യാതൊരു ആത്മാർത്ഥമായ ആഗ്രഹവും ഇല്ലായിരുന്നു. അവർക്ക് അവരുടെ സ്വന്തം കാര്യം മാത്രം, അവരുടെ അധികാരം, അവരുടെ പദവി അത് നിലനിൽക്കണം. അത് പോകുന്ന ഒരു കാര്യവും ചെയ്യാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അവർ പറഞ്ഞ് ഞങ്ങൾക്കറിയില്ലെന്നല്ലേ? അതുതന്നെ അവർക്ക് വളരെ അപമാനകരമായ ഒരു കാര്യമാണ്. കാരണം മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അധികാരത്തിലുള്ള സദൂക്യരുമൊക്കെ സാമാന്യ ജനത്തോട് പറയുന്നത്, ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം, സാമാന്യ ജനത്തിന് അറിവില്ല. അറിവില്ലാത്ത ജനം, അവരാണ് യേശുവിൻ്റെ പുറകെ പോകുന്നത്, അവർക്കൊന്നും അറിഞ്ഞുകൂടാ, അവർ നശിച്ചു പോകുന്നു. ഇങ്ങനെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ അർത്ഥം ഇവർക്കെല്ലാം അറിയാം. പക്ഷേ ഇവിടെ യേശു വളരെ ലളിതമായ ഒരു ചോദ്യം അവരോട് ചോദിച്ചപ്പോൾ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് അവർക്ക് ലജ്ജയോടുകൂടി പറയേണ്ടി വന്നു, ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അവിടെ തന്നെ യേശു അവരെ ആയുധം വെപ്പിച്ചു. യേശു പറഞ്ഞത്, എനിക്ക് അധികാരമുണ്ട്, ഞാൻ മിശിഹയാണ്, എനിക്ക് അധികാരമുണ്ട്, ഞാൻ ദൈവമാണ്, എനിക്ക് അധികാരമുണ്ട്. പക്ഷേ യേശു അത് ഡയറക്റ്റായി അവരോട് പറഞ്ഞില്ല. അതിന് പകരം താനൊരു ഉപമ പറഞ്ഞു. ആ ഉപമയിൽ ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അത് കുടിയാന്മാരെ ഏൽപ്പിച്ചു. ഇത് അവർക്ക് മനസ്സിലാകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം പഴയ നിയമത്തിലുടനീളം ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടമായിട്ടാണ് ഇസ്രായേലിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അവിടെ വേലക്കാരെ ആക്കി എന്ന് വച്ചാൽ അവിടെ അധികാരം കൊടുത്ത ആളുകളെ ആക്കി. അവർക്ക് ആ മുന്തിരിത്തോട്ടത്തിൻ്റെ മേൽ അധികാരമുണ്ടായിരുന്നു, നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ആളുകൾ. എന്നാൽ ഈ മുന്തിരിത്തോട്ടത്തിൽ നിന്നും അതിൻ്റെ യജമാനൻ പ്രതീക്ഷിച്ച ഫലം ലഭിച്ചില്ല. ആ ഫലം ലഭിക്കാൻ വേണ്ടി താൻ വേലക്കാരെ അയച്ചു. അതാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർക്ക്, അല്ലെങ്കിൽ ആ വേലക്കാർക്ക്, ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ മേൽ യാതൊരു അധികാരവുമില്ലായിരുന്നു. അവർ വെറും വേലക്കാരായിരുന്നു. അതാണ് പഴയ നിയമത്തിൽ നാം കാണുന്ന എല്ലാ പ്രവാചകന്മാരും, യോഹന്നാൻ സ്നാപകൻ വരെ. അവർക്കാർക്കും ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ മേൽ അധികാരം ഇല്ലായിരുന്നു. യജമാനൻ്റെ ആയിരുന്നു മുന്തിരിത്തോട്ടം. യജമാനൻ അയച്ച ദാസന്മാരായിരുന്നു ഈ പ്രവാചകന്മാർ. എന്നാൽ ഒരു പ്രവാചകനെയും ഒരു വേലക്കാരെയും അനുസരിക്കാതിരുന്ന ഈ കുടിയാന്മാരുടെ അടുത്തേക്ക് അവസാനം യജമാനൻ തൻ്റെ മകൻ, അധികാരി, അവനെ അയക്കാൻ തീരുമാനിച്ചു. ഈ ഉപമയുടെ അവസാനം ഇങ്ങനെ ഒരു നാളും സംഭവിക്കുകയില്ല എന്ന് യഹൂദ മത നേതാക്കൾ പറഞ്ഞു. അവിടെ 2 കാര്യമുണ്ട്. ഒന്ന്, തൻ്റെ മകൻ കൊല്ലപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്ക് ഒരിക്കലും ഒരു പിതാവ് തൻ്റെ മകനെ വിടുകയില്ല. അത് ഒരു അസംഭവ്യമായ കാര്യമാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ പറഞ്ഞത്. മറ്റൊരു കാരണം, മകനെ കൊന്നു കഴിയുമ്പോൾ യജമാനൻ ഈ കുടിയാന്മാരെ മുഴുവൻ മാറ്റി വേറെ കുടിയാന്മാരെ
ഈ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലായി, അവർക്കിപ്പോഴുള്ള അധികാരം അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. ഈ അധികാരം മറ്റുള്ളവർക്ക്, ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും എന്നാണ് യേശു പറയുന്നത് എന്നവർക്ക് മനസ്സിലായി. അവർ പറഞ്ഞു, അതും അസംഭവ്യമാണ്. ഞങ്ങൾ യഹൂദന്മാരല്ലാതെ വേറെ ആരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്? അങ്ങനെ ഒരു അഹങ്കാരം കൂടി അവർക്കുണ്ടായിരുന്നു. ഏതായാലും യജമാനൻ തൻ്റെ മകനെ, അധികാരിയെ അങ്ങോട്ടയച്ചു. ഈ കുടിയാന്മാർ മകനെ കൊന്നു. അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് ഇത് മകനാണെന്നും ഇവനാണ് ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ അധികാരമെന്നും വ്യക്തമായി അറിയാമായിരുന്നു. അറിയാതെയല്ല അവർ യജമാനൻ്റെ മകനെ കൊന്നത്, അധികാരിയെ കൊന്നത്. ഇവിടെ യഹൂദന്മാരായ മതനേതാക്കൾക്ക് യേശുവിൻ്റെ പഠിപ്പിക്കലുകളും അവൻ്റെ പ്രവൃത്തികളും അത്ഭുതങ്ങളും കണ്ട ശേഷം ഇവൻ അധികാരിയാണെന്ന് മനസ്സിലായി. എന്നിട്ടും അവർ അവനെ തള്ളിക്കളഞ്ഞു. എന്നിട്ടും അവർ അവനെ കൊല്ലുവാൻ തീരുമാനിച്ചു. അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ പാതകം. അധികാരിയായവൻ എന്ന് അറിഞ്ഞിട്ടും അവർ അവനെ തിരസ്കരിച്ചു, അവനെ കൊന്നുകളഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് അവർ പറഞ്ഞത്, ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല, ഇങ്ങനെയൊരു കാര്യം നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു അവർ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന അവരുടെ തിരുവെഴുത്തുകളിൽ നിന്നും സങ്കീർത്തനം 118 നിന്നും താനൊരു വാക്യം ഉദ്ധരിക്കുകയാണ്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിത്തീർന്നു എന്ന് എഴുതിയിരിക്കുന്നത് എന്ത്? ഇത് അവരെ നോക്കിക്കൊണ്ട്, അതായത് യേശു ഈ പറഞ്ഞ കഥകളും ഉപദേശങ്ങളുമെല്ലാം എല്ലാവരും കേൾക്കുന്നുണ്ടായിരുന്നു. ദേവാലയത്തിൽ തൻ്റെ പഠിപ്പിക്കലുകൾ കേൾക്കാൻ അനേകരുണ്ടായിരുന്നു. എന്നാൽ താൻ 118 സങ്കീർത്തനത്തിലെ ഈ വാചകം ഉദ്ധരിക്കുമ്പോൾ ലൂക്കോസ് പറയുന്നു, താൻ ഈ യഹൂദ മത നേതാക്കളെ നോക്കി അവരോടാണ് ചോദിക്കുന്നത്, എന്നാൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്നെഴുതിയിരിക്കുന്നത് എന്ത്? നിങ്ങൾ തിരുവെഴുത്ത് വായിച്ചവരാണ്, പഠിച്ചവരാണ്, അതിലുള്ളതെല്ലാം അറിയാമെന്ന് അഭിമാനിക്കുന്നവരാണ്. നിങ്ങൾ ഇതിൻ്റെ അർത്ഥം പറയൂ. അതിൻ്റെ അർത്ഥം എന്താണ്? അതിനുശേഷം 18 വാക്യത്തിൽ യേശു പറയുന്നു, ആ കല്ലിന്മേൽ വീഴുന്ന ഏവനും തകർന്നു പോകും. എന്ന് വച്ചാൽ ആ കല്ല് വെറുതെ ഒരു സ്ഥലത്ത് ഇപ്പോൾ കിടക്കുകയാണ്, അത് അനങ്ങുന്നില്ല. എന്നാൽ അനേകർ ആ കല്ലിൽ തട്ടി വീഴും. അർത്ഥം, യേശു ഈ ഭൂമിയിലേക്ക് വന്നത് അധികാരിയായിട്ട് തന്നെയാണ്, മെശിഹയായിട്ട് തന്നെയാണ്, ദൈവമായിട്ട് തന്നെയാണ്. എന്നാൽ അവൻ ഈ ഭൂമിയിലേക്ക് ആദ്യം വന്നപ്പോൾ മനുഷ്യർക്ക് ഇഷ്ടമുള്ളത് അവനോട് ചെയ്യാമായിരുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല എന്നാണ് യോഹന്നാൻ പറയുന്നത്. കൈക്കൊള്ളാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തു. കാരണം അവർ അവങ്കിൽ ഇടറിപ്പോയി. നസ്രത്തിൽ നിന്നോ മെശിഹ വരുന്നത്? ഗലീലക്കാരനാണോ ഒരു മെശിഹ? ഈ തച്ചൻ്റെ മകനാണോ മെശിഹ? ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവർ മെശിഹയെങ്കിൽ അല്ലെങ്കിൽ യേശുവെങ്കിൽ ഇടറിപ്പോയി. അവർ പറഞ്ഞു, ഇവനോ മെശിഹയോ? ഒരിക്കലും സാധ്യമല്ല. അവർ അവങ്കിൽ ഇടറിപ്പോയി. അതുകൊണ്ടാണ് അവർ അവനെ തിരസ്കരിക്കുകയും അവനെ കുരിശിൽ തറയ്ക്കുകയും ചെയ്തത്. ഈ കല്ലിന്മേൽ തട്ടി അനേകർ വീണു. എന്നാൽ ഇനി ഒരു സമയം വരും, അന്ന് ഈ കല്ലിൽ തട്ടിയല്ലേ ആളുകൾ വീഴാൻ പോകുന്നത്, മറിച്ച് ഈ കല്ല് ആളുകളുടെ മേൽ വീഴാൻ പോകുന്ന ഒരു സമയം വരുന്നു. അതാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. അന്ന് തന്നെ തിരസ്കരിച്ചവരുടെ മേൽ ആ കല്ല് വീഴുകയും അവരെ തുളിപ്പിക്കുകയും ചെയ്യും. ഇത് യേശു യഹൂദന്മാരുടെ ഇടയിലെ അധികാരവർഗത്തെ നോക്കി ആണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് യേശു ഈ ഉപമ അവരോട് പറഞ്ഞത്? അവർ വിചാരിച്ചു അധികാരം എന്ന് വച്ചാൽ അത് എന്നേക്കും അവരുടെ കയ്യിലിരിക്കുന്ന ഒന്നായിരിക്കും എന്ന്. ആ അധികാരം നിലനിർത്താൻ വേണ്ടി എന്ത് അനീതിയും ചെയ്യാൻ അവർക്ക് മടിയില്ലായിരുന്നു. അതാണല്ലോ ആ കുടിയാന്മാരും ചെയ്തത്. മുന്തിരിത്തോട്ടത്തിൻ്റെ അധികാരം പോകാതിരിക്കാൻ വേണ്ടി യജമാനൻ്റെ മകനെ കൊല്ലാനും അവർക്ക് മടിയില്ലായിരുന്നു. പക്ഷേ യേശു പറഞ്ഞു, കാര്യങ്ങൾക്കൊരു വ്യത്യാസം ഉണ്ടാകും.
നിങ്ങൾ അധികാരസ്ഥാനത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് അധികാരം തന്ന യജമാനനെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അധികാരമെടുത്ത് അധികാരത്തിന് അർഹതയില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആളുകൾക്ക് അധികാരം കൊടുക്കും. അതുതന്നെയാണല്ലോ യേശു ചെയ്തത്. ഇസ്രയേലിന് വളരെയധികം അനുഗ്രഹങ്ങളും അധികാരങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവപുത്രനെ തിരസ്കരിച്ചത് മുഖാന്തരം അവർക്കുണ്ടായിരുന്ന അധികാരം അവരിൽ നിന്നും എടുത്തു ജാതികൾക്ക് കൊടുത്തു. ദൈവം നൽകിയ അധികാരം ദൈവത്തിൻ്റെ കീഴിൽ ജീവിക്കുവാൻ വേണ്ടിയാണ്. പലപ്പോഴും മനുഷ്യന് ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിൽ ജീവിക്കുവാൻ ആഗ്രഹമില്ല. അവന് ദൈവത്തിൻ്റെ അധികാരത്തിന് പുറത്ത് സ്വതന്ത്രമായി ജീവിക്കണം. യജമാനൻ്റെ മുന്തിരിത്തോട്ടം ഞങ്ങൾക്ക് തോന്നിയതുപോലെ ഉപയോഗിക്കണം എന്നതായിരുന്നു കുടിയാന്മാരുടെ ആഗ്രഹം. ഇസ്രയേൽ മത നേതാക്കൾക്ക് ദൈവം എന്ത് പറയുന്നു എന്നത് വിഷയമല്ല, ദൈവപുത്രൻ എന്ത് പറയുന്നു എന്നത് വിഷയമല്ല, ഞങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ഞങ്ങളുടെ സൗകര്യപ്രകാരം കാര്യങ്ങൾ ചെയ്യണം എന്നാണ് അവർ ചിന്തിച്ചത്. ഇതാണ് മനുഷ്യ സ്വഭാവം. മനുഷ്യന് ദൈവത്തിൻ്റെ കീഴിൽ ജീവിക്കുവാൻ ആഗ്രഹമില്ല. ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ വരാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് പാപം. ഏദൻ തോട്ടത്തിൽ ആദമും ഹൗവയും ആ പഴം പറിച്ചു തിന്നപ്പോൾ അവർ കരുതിയതും അതുതന്നെയാണ്. ദൈവമില്ലാതെ, ദൈവത്തെ കൂടാതെ ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാം എന്നവർ കരുതി. അവർ ദൈവത്തെയും ദൈവത്തിൻ്റെ അധികാരത്തെയും തിരസ്കരിച്ചു. ഇതാണ് സ്വാതന്ത്ര്യം എന്നാണ് മനുഷ്യൻ വിശ്വസിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ അധികാരത്തോട് മറുതലിച്ച് അതിന് പുറത്തു വരാൻ ശ്രമിക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ നിന്നും മാറി, പക്ഷേ മറ്റൊരു കഠിനമായ അധികാരത്തിൻ്റെ കീഴിൽ അവർ വന്നു. അത് പാപത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ്. പാപം ചെയ്ത മനുഷ്യൻ പാപത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ്. അങ്ങനെ പാപത്തിൻ്റെ അധികാരത്തിന് കീഴിലുള്ള ആളുകളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. താൻ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് ഒരു അടിമയെപ്പോലെ ക്രൂശിൽ മരിച്ചു. തൻ്റെ മരണത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപബന്ധനത്തിൻ്റെ കീഴിൽ നിന്നും വിടുതലും സ്വാതന്ത്ര്യവും അവൻ വാഗ്ദത്തം ചെയ്യുന്നു. ഈ കഥയിൽ നിന്നും നമുക്കെന്താണ് പഠിക്കാനുള്ളത്? ഒന്നാമതായി, അധികാരക്കുതി വളരെ അപകടം പിടിച്ച ഒന്നാണ്. ചില ആളുകൾക്ക് പണം അവർക്കൊരു വിഷയമേ അല്ല, പക്ഷേ അധികാരം അതവർക്കൊരു വലിയ കണിയാണ്. കയ്യിലുള്ള അധികാരം പോകാൻ അവർ ഒരിക്കലും സമ്മതിക്കില്ല. ആ അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ അവരെന്തും ചെയ്യും. മറ്റു ചിലർ അധികാരം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും. ദൈവമാണ് പരമാധികാരി. എല്ലാ അധികാരവും ദൈവത്തിൻ്റെ കീഴിലാണ്. ദൈവം തരാത്തതായി യാതൊരു അധികാരവുമില്ല. ഇത് ഈ ലോകത്തിലുള്ള അധികാരം മാത്രമല്ല, ക്രിസ്തീയ സഭയിലെ അധികാരവും ദൈവം തന്നതാണ്. നമുക്ക് 1 കൊരിന്ത്യർ 4 അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അവിടെ പൗലോസ് പറയുന്നു, ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന നല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ഇവിടെ സഭയിലെ നേതൃത്വത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. പൗലോസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാർ. പക്ഷേ അവർ അധികാരികളെന്നല്ല പത്രോസ് അവിടെ പറയുന്നത്. ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാർ, ശുശ്രൂഷകന്മാർ. ക്രിസ്തീയ സഭയിൽ അധികാരത്തിലുള്ളവർ അവർ ഗ്രഹവിചാരകന്മാരാണ്, ശുശ്രൂഷകക്കാരാണ്. എന്ന് വച്ചാൽ വേലക്കാരാണ്, ദൈവത്തിൻ്റെ വേലക്കാരാണ്, അധികാരികളല്ല. എബ്രായ ലേഖനം 13 അധ്യായത്തിൻ്റെ 17 വാക്യം കൂടി നമുക്ക് വായിക്കാം. എബ്രായർ 13:17. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. അവിടെയും
അധികാരത്തിലുള്ള ആളുകളെക്കുറിച്ച്, നേതൃസ്ഥാനത്തിലുള്ള ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. അവർ കണക്ക് കൊടുക്കേണ്ടവരാണ്. ആ കുടിയാന്മാർ അവർക്ക് കണക്ക് കൊടുക്കേണ്ടായിരുന്നു. അതവർ ഇഷ്ടപ്പെട്ടില്ല. യഹൂദ മത നേതാക്കൾ, അവർക്കും ദൈവത്തോട് അക്കൗണ്ടബിലിറ്റി ഇല്ലായിരുന്നു. ദൈവത്തിന് കണക്ക് കൊടുക്കുവാൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ ക്രിസ്തീയ സഭയിലുള്ള നേതൃത്വം അങ്ങനെ ആയിരിക്കരുത്. അവർ കണക്ക് കൊടുക്കേണ്ട ഗ്രഹവിചാരകന്മാരാണ്. അടുത്തതായി, അവർ സേവിക്കേണ്ടവരാണ്. പത്രോസിനെക്കുറിച്ച് നമുക്കറിയാം. താൻ യേശുവിൻ്റെ ശിഷ്യനായിരുന്നപ്പോൾ വളരെയധികം അധികാരക്കൊതി തനിക്കുണ്ടായിരുന്നു. പത്രോസിന് മാത്രമല്ല, എല്ലാ ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നു. അവരിൽ ആരാണ് വലിയവനെന്ന തർക്കം അവരുടെ ഇടയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ പത്രോസ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ താൻ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. പത്രോസ് പറയുന്നു, അധികാരം നടത്തുന്നവരായിട്ടല്ല, മറിച്ച് സേവിക്കുന്നവരായി. അങ്ങനെയായിരിക്കണം ക്രിസ്തീയ സഭയിൽ നേതൃസ്ഥാനത്ത് ഉള്ളവർ. അധികാരക്കൊതി അപകടമാണ്. ദ്രവ്യാഗ്രഹം പോലെ തന്നെ അപകടകരമാണ് അധികാരക്കൊതി. അത് ശുശ്രൂഷകന്മാരെ അപകടത്തിലേക്ക് നയിക്കും. അതാണ് യഹൂദ മത നേതാക്കൾക്ക് സംഭവിച്ചത്. അതുതന്നെയാണ് ആ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാർക്കും മുന്തിരിത്തോട്ടത്തിലെ കുടിയാന്മാർക്കും സംഭവിച്ചത്. അവരുടെ അധികാരം അവർക്ക് സ്ഥിരമായി, അവരുടെ അധികാരം അവരുടെ സ്വന്തമല്ലായിരുന്നു. യജമാനന് അതെപ്പോൾ വേണമെങ്കിലും എടുത്ത് മറ്റൊരുത്തന് കൊടുക്കാമായിരുന്നു. ആ ബോധത്തോടെ ദൈവം നൽകുന്ന സ്ഥാനങ്ങൾ വിശ്വസ്തയോടെ നമുക്ക് സൂക്ഷിക്കാം. ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ സേവിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ info@fibaonline.org എന്ന ഇമെയിൽ ID ഉപയോഗിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുവാൻ 9880221957 എന്ന നമ്പരും ഉപയോഗിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 9880221957. വചനദീപം